നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 1201 മേടമാസം 14-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 27-ാം തീയതി സോമവാരം അഥവാ തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. അത് വളരെ മോശപ്പെട്ട ഫലത്തെ പ്രദാനം ചെയ്യും. ഗുണകരമായ ഒരു വിഷയങ്ങൾക്കും രാഹുകാലം നാം സ്വീകരിക്കാറില്ല. ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:12-നും അസ്തമയം വൈകിട്ട് 6:32-നും ആകുന്നു. ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. ഏകാദശി ഭഗവാൻ കൃഷ്ണനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. പക്ഷേ ഗുരുവായൂർ ഏകാദശിയൊക്കെ, വൈകുണ്ഠ ഏകാദശിയൊക്കെ കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ്. എങ്കിലും വെളുത്തപക്ഷത്തിലെ ഏകാദശിയും കൃഷ്ണന് പ്രാമുഖ്യമുണ്ട്. സന്താനങ്ങളുടെ പേരിൽ വെണ്ണ നിവേദ്യമൊക്കെ കഴിച്ചാൽ അത് വളരെയധികം അവർക്ക് ഗുണകരമായി തീരും. അവരുടെ ആരോഗ്യ വിഷയമായാലും പഠന വിഷയമായാലും വെണ്ണ നിവേദ്യം നല്ലൊരു വഴിപാടാണ് കൃഷ്ണ സന്നിധിയിൽ. ഇന്നത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം ഒരു ശുഭനക്ഷത്രമാണ് അല്ല, മുപ്പൂരത്തിൽ പെടുന്നു. പൂരം, പൂരാടം, പുരൂരുട്ടാതി. അതിന് പുറമെ യമൻ, ഭരണി, രുദ്രൻ, തിരുവാതിര, അഹി, ആയില്യം, പിന്നീട് ജ്യേഷ്ഠ, തൃക്കേട്ട, ഈ 7 നക്ഷത്രങ്ങൾ. വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വരാ. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ്. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. അതിനാൽ ഇന്നത്തെ ദിനം ശുഭകാര്യങ്ങൾക്കൊന്നും ഒരു മുഹൂർത്തവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശുക്രനാണ്. ഭരണിപുരം, പൂരാടം ഇതിനെ ഭരിക്കുന്ന ശുക്രനാണ്. തിങ്കളാഴ്ചയാണ്. ചന്ദ്രൻ ദേവിയാണ്, ശുക്രനും ദേവിയാണ്. അതിനാൽ ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം? വിവാഹ വിഷയത്തിൻ്റെ ശ്രേയസ്സിനായിക്കൊണ്ട് ഭർത്തൃപ്രീതിക്കായി സോമവാര വ്രതമെടുക്കാം. അപ്രകാരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യാം. അതേ രീതിയിൽ തന്നെ യുവതിയുവാക്കൾക്ക് വിവാഹത്തിന് വേണ്ടി എന്ത് ചെയ്യാം? സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യാം. മറ്റു വിഷയത്തിലാണെങ്കിൽ ദേവിക്ക് വിളക്ക്, മാല, പായസം വഴിപാടായി സമർപ്പിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.